നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇനി ഞാൻ കുഞ്ഞിനെ എടുക്കില്ലെന്ന്. സൂക്ഷിച്ചു നോക്കിയേ, കുഞ്ഞ് എന്റെ കയ്യിൽ തന്നെയാണോ ഉള്ളതെന്ന്. നിങ്ങളെപ്പോലെ ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തു. വിഷം കുത്തിവെച്ചു അല്ല അനക്കെ ഞാൻ നേർവഴിക്ക് കൊണ്ടുവന്നത്. അനുഭവത്തിലൂടെ അവൾ കണ്ടു പഠിച്ചതാ. സ്വന്തം ചേച്ചി തന്നെ അവളെ ചതിച്ച് മറ്റൊരുത്തിന് അവളെ വിൽക്കുന്നു അവളെ സ്വയം മാറിയതാ. എനിക്കറിയാം ആതിരയോട് നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞാനും അവളും ഒരേ ചോരയാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഒന്നാവും. അന്ന് ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്നത് ഞാനാവില്ല, അവള് തന്നെയാവും. എന്നെ പോലെ അല്ല അവള്. നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും നേരെ അല്ലാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ല് മേടിച്ചു. ഇനി അവളുടെ കയ്യിൽ നിന്നും കൂടി തല്ലെരന്ന് വാങ്ങണോ നിങ്ങക്ക്? എന്നെ പോലെ ഒരടി നിർത്തില്ല അവള്, അത് ഓർമ്മിച്ചു വെച്ചോ. അതിന് നിങ്ങൾ ഒന്നായാലല്ലേ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. അർച്ചനയുടെയും ആതിരയുടെ ഇടയിൽ അവന്തിക എന്നും ഉണ്ടാവും. നിങ്ങൾ ഒരുമിക്കാൻ പോകുന്നു എന്നറിയുമ്പോ അവിടെ ഞാൻ കലഹം ഉണ്ടാക്കും. ഞാൻ അനക്കെ തള്ളിക്കളഞ്ഞ പോലെ നീ ആതിരയും തള്ളിക്കളഞ്ഞേക്ക്. അപ്പോ നിനക്ക് ഏറെക്കുറെ സങ്കടത്തിൽ നിന്ന് ശമനം കിട്ടും. അതല്ല, കൊച്ചിന്റെ കരച്ചില് കേട്ടിട്ട് ഓടിച്ചെന്ന് അവളുടെ വായിലെ മോശമായ വാക്കുകൾ കേൾക്കാനാണ് നീ ഇനി ഇരിക്കുന്നെങ്കിൽ ഇതുപോലെ ഞാൻ ഇനി ഈ മുറിയിൽ കയറി ഇറങ്ങേണ്ടി വരും. ആക്ഷേപിക്കാനും കുത്തി നോവിക്കാനും. ദേ, ആ കുഞ്ഞിനെ നീ അങ്ങ് മറന്നേക്ക് അർച്ചന. ഇനി ഒരിക്കലും നിനക്ക് ആ കുഞ്ഞിനെ കൈ കിട്ടില്ല. അതിന് സമ്മതിക്കില്ല ഈ അവന്തിക. എടുത്തി ആതിര പറഞ്ഞൊന്നും എടുത്തി കാര്യാക്കണ്ട. എനിക്കറിയാം അവളുടെ സംസാരത്തില് എടുത്തിക്ക് വിഷമായി കാണുമെന്ന്. അതിന് മാപ്പ് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ആതിര പറഞ്ഞത് കേട്ട് എടുത്തി എന്റെ കുഞ്ഞിനെ എടുക്കാതിരിക്കരുത്, വെറുക്കരുത്. തോന്നുമ്പോഴൊക്കെ എടുത്തിക്ക് കുഞ്ഞിനെ എടുക്കാം, താലോലിക്കാം. വേണ്ടെന്ന് പറയാൻ ആർക്കും അവകാശമില്ല, ഇനി ആരും തടയുകയില്ല. ഈ ലോകത്ത് ഏറ്റവും സുരക്ഷ കിട്ടുന്ന കൈകളിലാണ് എന്റെ മോളിപ്പോ ഉള്ളത്. അത് ആതിരയ്ക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. എന്നും അതങ്ങനെ തന്നെ വേണം. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇനി ഞാൻ കുഞ്ഞിനെ എടുക്കില്ലെന്ന്. സൂക്ഷിച്ചു നോക്കിയേ, കുഞ്ഞ് എന്റെ കയ്യിൽ തന്നെയാണോ ഉള്ളതെന്ന്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ഒന്നും ചെയ്യാതിരുന്നാലും ഇതൊക്കെ നടക്കുമെന്ന്? നിങ്ങളുടെ വാക്കുകളിൽ എന്റെ അനിയത്തി മയങ്ങി വീണ് കാണും, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഇനി ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നെയും ഈ കുഞ്ഞിനെ തമ്മിൽ പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നെയും കുഞ്ഞിനെയും ചേർത്ത് വെക്കാൻ ഈശ്വരൻ തീരുമാനിച്ചിട്ടുള്ളതാ. അതങ്ങനെ തന്നെ നടക്കും. നിങ്ങളെപ്പോലുള്ളവർക്ക് താൽക്കാലിക വിജയം മാത്രമേ ഉള്ളൂ. മോളെ ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയത് ഞാന്.
ആ നിയോഗം തന്നെയാ ഇനി അങ്ങോട്ടും. ആ നിയോഗം എന്നെ ഏൽപ്പിച്ച ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് സമയം കളയുകയും വേണ്ട. ഇറങ്ങിപ്പോവർത്ത്, ഇറങ്ങിപ്പോവാൻ. എടോ ഇത് കൊള്ളാല്ലേ? കൊള്ളാം. ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ സച്ചേട്ടാ? ഒരെണ്ണം പോരെ? പോരാ, 2 വേണം. നമുക്ക് ശിവേണ്ട കുഞ്ഞിനും കൂടി ചേർത്ത് വാങ്ങാം. എന്നിട്ട് അതുവരെ ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ മോളെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. സച്ചേട്ടന് വേറെ തിരക്കൊന്നുമില്ലല്ലോ? എനിക്കൊരു തിരക്കുമില്ല. അപ്പോ ഏതെടുത്താലും 2, അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.